ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള രക്ഷാദൗത്യം 10ാം ദിവസവും തുടരുകയാണ്. ഇടവിട്ട് മഴ പെയ്യുന്നത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ഷിരൂരിൽ നിന്ന് മണ്ണൊലിച്ചിറങ്ങിയെത്തിയ ഗംഗാവലി നദിയിലെ ഇപ്പോൾ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന മണ്ണും മരങ്ങളും ചെളിയുമൊക്കെ ഒഴുക്കി വിട്ടുകൊണ്ടേയിരിക്കുകയാണ് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട്. ഒപ്പം നേവിയുടെ ടീം കോണ്ടാക്ട് ഐഡന്റിഫൈ ചെയ്ത ഭാഗത്ത് കൃത്യമായി എത്തി നിരീക്ഷണം നടത്തിയിരുന്നു. നമുക്കൊപ്പം ദീപക് മലയമ ചേരുന്നു. ദീപക്, റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയ്ക്കായി കാക്കുകയാണോ നാവിക സംഘം? നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ആ മേഖലയിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റിസൾട്ട് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം പൂർണ്ണ തോതിൽ ഇറങ്ങി ഡൈവിംഗ് നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് നേവി പോകുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ആ മേഖലയിൽ നിന്നും അഭിലാഷ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഇപ്പോൾ നാവികസേനയുടെ തെരച്ചിൽ താൽക്കാലികമായി നിർത്തി എന്നുള്ളതാണ്. ആ സംഘം താൽക്കാലികമായി തെരച്ചിൽ നിർത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ നദിയുടെ ഒഴുക്ക് അത് ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടരുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായി റീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. അവർക്ക് ഡൈവ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ അവരുടെ സംഘത്തിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ഏക പോംവഴി എന്ന് പറയുന്നത് ഐബോർഡ് ഡ്രോൺ ബാറ്ററി ഉൾപ്പെടെ ഇവിടെ എത്തിച്ച പശ്ചാത്തലത്തിൽ കൃത്യമായി അത് സജ്ജീകരിച്ച് ആ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ, അതായത് വെള്ളത്തിലും ഒപ്പം തന്നെ മണ്ണിലാണെങ്കിലും താഴെത്തട്ടിൽ കിടക്കുന്ന ഒബ്ജക്റ്റുകളെ കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന ടെക്നോളജിയുള്ള അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അതുവഴി മേജർ ഇന്ദ്രബാലൻ വളരെ കോൺഫിഡൻസോട് കൂടി പറഞ്ഞ പോലെ ചിത്രങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് പ്രകാരം ഡൈവിംഗ് നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരിട്ട് നമുക്ക് നേവി സംഘവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിലവിൽ സാധിച്ചിട്ടില്ല. പക്ഷേ ആ സംഘം പ്രാഥമികമായി ഇപ്പോൾ തിരച്ചിൽ നിർത്തി എന്നുള്ളത് നമുക്ക് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വരുന്ന ഇമേജ് വരെ കാത്തിരിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിനുള്ള സമയം എത്രയാണ് എന്നുള്ള ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഏതാണ്ട് 3 മണി കഴിയുന്നത് വരെയൊക്കെ നമ്മൾ ആ ഒരു ഇമേജിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ആ സമയത്ത് കേവലം ഈ കരയിൽ നിന്നുകൊണ്ട് മണ്ണ് മാറ്റുന്ന പ്രവർത്തനത്തിലേക്ക് മാത്രമായി ആ ദൗത്യം ചുരുങ്ങുമെന്നുള്ള സാഹചര്യമുണ്ട്. അല്ലാത്ത പക്ഷം ഈ സംഘം ഒരുപക്ഷെ ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി തിരികെ കയറിയതാകാം. അല്പസമയം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി പരിശോധനകൾ നടത്തുമോ എന്നുള്ളത് കണ്ടറിയുകയും വേണം. എന്തായാലും രക്ഷാദൗത്യം അത് പല വിധത്തിൽ പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് പറയാൻ സാധിക്കുക. പൂർണ്ണ തോതിൽ ഒരു വിജയത്തിലേക്ക് ഇന്ന് ഉച്ചയോടെ എത്തുമെന്ന് നമ്മൾ കരുതിയിരുന്ന പ്രതീക്ഷിച്ചിരുന്ന രീതിയിലല്ല നിലവിൽ ആ ദൗത്യം മുന്നോട്ട് പോകുന്നത്. അതിന് ഒരുപാട് പരിമിതികൾ ആ ദൗത്യ സംഘത്തെ സംബന്ധിച്ച് ഉണ്ട്. അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമുക്ക് കാണാതിരിക്കാനും സാധിക്കുകയില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കണ്ടതുപോലെ ആയിരുന്നില്ല. കഴിഞ്ഞ ഒരു മണിക്കൂറിന് മേതെയായി വലിയ രീതിയിൽ മഴയില്ല. ഒപ്പം തന്നെ വെയിലിന്റെയോ മഴയുടെയോ ഒന്നും സാന്നിധ്യമില്ല. ഒരു പ്രതികൂലമായ അന്തരീക്ഷ കാലാവസ്ഥ ഇവിടെ ഇല്ല താനും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയമായിരുന്നു എന്ന് പുറത്തുനിന്നാണെങ്കിൽ പോലും നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ നേരിടുന്ന വെല്ലുവിളികൾ തീർച്ചയായും ഉണ്ടാകും. അത് ആ നിലയിൽ തന്നെ കാണുകയും വേണം. എങ്കിലും ഇനിയിപ്പോൾ ഏതാണ്ട് 3 മണി വരെയുള്ള സമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു ഇമേജ് ഉൾപ്പെടെ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ കൃത്യതയോടുകൂടി കൂടുതൽ വ്യക്തതയോടുകൂടി ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ, ഒന്നാമത്തെ സ്പോട്ടിലേക്ക് ചെല്ലാൻ നേവി സംഘത്തിന് കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതും ആശാവഹമായ കാര്യം തന്നെയാണ്. കാരണം ആ മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ ആ ലോറിയുടെ അടുത്തേക്ക് അതിന്റെ കുറച്ചെങ്കിലും അടുത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെ ഈ സ്കൂബ ഡൈവേഴ്സിന് ആ ലോറിയുടെ തൊട്ടടുത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചു കഴിഞ്ഞാൽ അർജുന വാഹനത്തിനകത്ത് തന്നെ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഈ മണ്ണ് നീക്കം ഇപ്പോഴും തുടരുകയാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും ആ ലോറി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കാവുന്നതുമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ആക്ഷൻ പ്ലാനുകളാണ് കൃത്യമായി ആർമിയുടെ ഭാഗത്ത് നിന്ന് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒഴുക്ക് വലിയ രീതിയിൽ ഉണ്ടെങ്കിൽ അത് കുറച്ച് സമയത്തേക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ തടയിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ബി പ്ലാൻ, ആക്ഷൻ പ്ലാനിലെ ബി പ്ലാൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് യോഗം ഉൾപ്പെടെ ഇപ്പോൾ അങ്കോലയിൽ ചേർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ജില്ലാ ഭരണകൂടത്തിന് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ.